പൊന്നാര ചങ്കളെ ഒരു കുറ്റോ കുറവോ ഒന്നും പറയാലോ. ഒരു കിടിലം കിടക്കാച്ചി കിണ്ണം കാച്ചി ഒരു മുതലിതാക്കണം. ഈ കാണുന്ന വീടുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എളുപ്പം മേടിച്ചിടാൻ നോക്കിക്കോട്ടെ. ഒരു 19 സെന്റ് സ്ഥലം, അതിനകത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഒക്കെ ഉള്ള ഈ കാണുന്ന ഒരു മുതൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങോട്ട് വരും നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളും മൊത്തത്തിലും കാട്ടിത്തരാം. ഇതാക്കണപ്പോഴാണ് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് തുടങ്ങണം കേട്ടോ. മൊത്തം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണം നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ കേട്ടോ. ഇനിയിപ്പോ നമ്മളെ ഒരു പ്ലോട്ടിൽ നമുക്ക് കാഞ്ഞങ്ങാടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 കിലോമീറ്റർ ദൂരമുള്ളൂ. അതേമാതിരി നീലേശ്വരത്തിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 6 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാക്കണം ഇവിടെ വീടുകളൊക്കെ കണ്ടില്ലെങ്കിൽ അടുത്ത കഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആക്കുന്ന സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിൽ എന്റെ നമുക്ക് ഇവിടം വരെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം തന്നെയാണ്. നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിൽ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറമ്പിലോട്ട് കയറി വരുമ്പോൾ വീടിന്റെ മിറ്റൊക്കെ ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുറ്റുഭാഗം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം മൊത്തം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. വലിയ ഗേറ്റ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. മിറ്റത്തോട്ട് വലിയ വണ്ടി ഇറക്കാൻ കയറാൻ സൗകര്യത്തിനുള്ള വലിയ ഗേറ്റ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ നേരെ നമുക്ക് വണ്ടിയൊക്കെ ഏത് വേണേലും മിറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കി നല്ല തണുപ്പാണ് കേട്ടോ. മിറ്റത്ത് കുറെ ഇതിൽ സൈഡ് വഴിയൊക്കെ കുറെ ഉങ്ങും അങ്ങനത്തെ മഹാഗണി പോലത്തെ കുറെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. പോലെ ഇതാക്കണം. ഈ കാണുന്നത് കണ്ടില്ല ഞങ്ങള് സപ്പോർട്ടാണ് ഈ കായ്ച്ച് കിടക്കുന്നത് കണ്ടില്ലേ. വീട്ടിൽ പിള്ളേരെ കണ്ട കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ സപ്പോർട്ടെല്ലാം കായ്ച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി നടക്കണം ഈ സൈഡിലോട്ട് വരാനുണ്ടെങ്കിൽ ഇതാക്കണം ഇവിടെയും കുറെ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ട് അവിടെ ഉണ്ട് സപ്പോർട്ടന്മാരും അങ്ങനെ കുറെ ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകൾ അങ്ങനെയൊക്കെ കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മിറ്റത്ത് നല്ല തണലാണ്. ഇത് ഗ്രാമ്പൂന്റെ മരാന്ന് ആ ഗ്രാമ്പൂന്റെ മര തോന്നുന്നുണ്ട്. ഗ്രാമ്പൂന്റെ പോലെ ഉണ്ട്. മിറ്റത്ത് നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു വീടിനെ കാണിച്ചു കൊടുത്താൽ നമുക്ക് ആയിക്കോട്ടെ. ആദ്യം നമുക്ക് വീട് തന്നെ കാണട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എത്രയും നല്ല സ്പേസിൽ ഫുള്ള് ചുറ്റുഭാഗം ഈ സൈഡിലോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. മിറ്റൊക്കെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇങ്ങനെ എന്താ പറയാ ചെരുപ്പ് ഇടാതെ തന്നെ നടക്കാം നമുക്ക്. ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. ഒരു പുല്ലോ ഇങ്ങനത്തെ പുല്ലോ കാടോ ഒന്നും മുളക്കൊന്നുമില്ല. അത്രയ്ക്ക് നല്ല നീറ്റായി കിടക്കാണ്. ഇനിയിപ്പോ വീടിന്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിന്റെ ചുറ്റുഭാഗം ഇതേപോലെ സ്റ്റീൽ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പിള്ളേരെ കണ്ട് എങ്ങോട്ട് ഇറങ്ങി പോണേ നമുക്ക് ഈ ഡോർ ഇങ്ങനെ അടച്ചിടുകയൊക്കെ ചെയ്യാം. പിന്നെ ഫുള്ള് നിലമൊക്കെ ഫുള്ള് ടൈലിട്ടിട്ടുള്ളതാണ്. വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരു പണിയും ബാക്കി ബാലൻസ് ഇല്ല കേട്ടോ. നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാക്കണേ ജനല് വാതില് കട്ടില് എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിന്റെ ഇരുളിന്റെ ഇതിലാണ് ഈ ഡോറും കാര്യങ്ങളെല്ലാം മരത്തിന്റെ എല്ലാ സംഭവങ്ങളും ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ്. പിന്നെ കണ്ടില്ല ജനല് വാതില് കട്ടില എല്ലാം മരത്തിന്റെ തന്നെയാണ് പണിതിട്ടുള്ളത്. ഇവിടുന്ന് ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടില്ല നിങ്ങള് നമ്മളെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മൾ നേരത്തെ കാണിച്ച വീടാണ് കാണുന്നത് കേട്ടോ. ഇനി വരെ നമുക്ക് അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. അകത്തെ സൗകര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് കാണാം. നമുക്ക് വന്ന് നോക്കിയാണ് നിങ്ങള് ഹാളാണ് ഈ കാണുന്നത്. ഹാൾ എത്രങ്ങാനും വലിയ നല്ല സൗകര്യമുള്ള വലിയ ഹാളാന്നറിയോ. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇതാക്കണം. ഫ്രണ്ട് നിന്നുള്ള കാഴ്ച കിട്ടുന്നതിന് ഈ ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഒരു 2 കള്ളി ജനലുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഷെൽഫ് എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെയാണ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നല്ലൊരു തണുപ്പുണ്ടല്ലേ വീടിന്. നല്ല തണുപ്പുണ്ട്. കൂളിംഗ് ഉണ്ട് അല്ലേ. നമുക്ക് വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. ഒരു റൂം ഈ ഭാഗത്തും രണ്ടാമത്തെ റൂം ഈ ഭാഗത്തും ഉള്ളത്. ബാക്കി 2 റൂം മേലാണുള്ളത് കേട്ടോ. പിന്നെ സ്റ്റെയർ ഇതാ ഹാളിൽ തന്നെയാണ് സ്റ്റെയർ ഉള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ റൂമിന് കാണിച്ചു കൊടുത്താലോ. ആദ്യത്തെ റൂം കാണിച്ചു കൊടുക്കാൻ പോരെ. ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ റൂമുള്ളത്. അപ്പൊ ആദ്യത്തെ റൂമിലോട്ട് പോകണതിന്റെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫാബ്രിക്കേഷന്റെ വർക്ക് എല്ലാം ചെയ്തിട്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ റൂം നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ താമസമല്ല കേട്ടോ. ഓണർ ഇപ്പൊ സ്ഥലത്ത് ഇവിടെ താമസമല്ല. റൂഫും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായി കിടക്കുന്നതാണ്. എവിടെയും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ റാക്കെല്ലാം ഉണ്ട്. ഷെൽഫ് ഉണ്ട്. ഫാബ്രിക്കേഷന്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെൽഫെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം ആണെങ്കിലും സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടും അതുപോലെ ഫ്രണ്ടിലോട്ട് ഈ സൈഡിലോട്ട് 3 കള്ളി ജനലുണ്ട്. പിന്നെ ആ ഒരു സൈഡിലോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ റൂമിന്റെ സൗകര്യം കേട്ടോ. മൊത്തത്തിൽ എല്ലായിടത്തും ഒരേ കളർ ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ റൂം ഒന്ന് കാണാം. രണ്ടാമത്തെ റൂം നമുക്ക് ഈ ഭാഗത്താണ് ഉള്ളത് കേട്ടോ. ഈ റൂമും വലിയ റൂം തന്നെയാണ്. നമ്മളിപ്പോ നേരത്തെ കണ്ട അതേമാതിരി തന്നെ സെയിം ആണ്. എല്ലാം വലിയ റൂമാണ്. 3 കള്ളി ജനലുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഫാബ്രിക്കേഷന്റെ വർക്ക് ഇവിടെ ഷെൽഫ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് അല്ലേ. നല്ലോണം സ്ഥലമുണ്ട്. വലിയ റൂം തന്നെയാണ്.
ഇപ്പൊ നിലവിലിപ്പോ വലിയൊരു കട്ടിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ 2 അലമാര ഇട്ടിട്ടുണ്ട്. എന്നിട്ടും നല്ല സ്പേസ് റൂമിനുണ്ട്. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ബാത്റൂം ഒക്കെ വലിയ ബാത്റൂമാണ്. എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ എല്ലാ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളത്. ഈ ഒരു വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഇവിടുന്ന് പോകൂലല്ലേ? ഇത് വാങ്ങാതെ നിങ്ങൾ തിരിച്ചു പോകില്ല. അതെ. അപ്പൊ ഇതൊക്കെ നമ്മള് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ കേട്ടോ. ഡൈനിങ് ഏരിയ ആണെങ്കിൽ ഒരു 6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള അത്രയും വലിയ മേശയാണ് ഇപ്പൊ നിലവിൽ പിന്നെ അത് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഒരു ഫാമിലി 6 മെമ്പർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇരുന്ന് ഒന്നിച്ച് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഇനി പുറത്തുനിന്നൊക്കെ ഒരാളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും എല്ലാം സൗകര്യം അല്ലെ? അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ ഇനിയിപ്പോ ആരെങ്കിലും വന്ന് ഗസ്റ്റോ അല്ലെങ്കിൽ ആരെയും ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാണ്ടെങ്കിലും ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇരുന്നാണ് വർത്താനം പറയാനോ അങ്ങനെയൊക്കെ പറ്റൂട്ടോ. പിന്നെ ഇതാക്കണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് അടുക്കള ഉള്ളത്. അടുക്കള ആണെങ്കിൽ നല്ല വലിയ അടുക്കളയാണ്. എല്ലാവർക്കും നിന്ന് തിരിയാൻ സൗകര്യത്തിനുള്ള പാകത്തിനുള്ള വലിയ അടുക്കള തന്നെയാണ്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇവിടെ പാത്രം എല്ലാം കഴുകാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു സൈഡിൽ താഴെ നമുക്ക് ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്താൽ സ്റ്റോറേജ് സ്പേസിൽ ആക്കി എടുക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പോ സ്ലൈഡിങ് അല്ല, സാധാ ഡോർ ഉണ്ട്. ഫാബ്രിക്കേഷന്റെ വർക്കെല്ലാം ആക്കിയിട്ട് ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. പൊടികളോ സാധനങ്ങളോ പാത്രങ്ങളോ ഗ്ലാസും പാത്രമൊക്കെ എടുത്ത് വെക്കാനുള്ള ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. ഈ സൈഡിലും ഉണ്ട് ഷെൽഫ്. പിന്നെ റാക്കെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അടുക്കളയിൽ. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് വർക്ക് ഏരിയ വലിയ വർക്ക് ഏരിയ ആണ്. ഇതിന്റെ ഈ സൈഡിൽ ഇവിടെ ഗ്രില്ലെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതൊരു റൂമായിട്ട് വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഇവിടെ ഒരു 3 കള്ളി ജനലുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊരു റൂമാക്കി തിരിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ചെറിയ റൂമാക്കി അങ്ങനെ ആക്കി എടുക്കാം. സ്റ്റോർ റൂമൊക്കെ ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. സാധാരണ വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. ബാത്റൂമിന്റെ ഒക്കെ ടൈല് വേറെ കളറിലുള്ളതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മേലെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് കുരുമുളകോ അടയ്ക്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിറകോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. ബാക്കിൽ കൂടെ ഒന്ന് പോയിട്ട് അത് പുറത്ത് പോയിട്ട് നമുക്ക് വീട് ആദ്യം കണ്ട് മൊത്തത്തിലൊന്ന് കാണാം. എന്നിട്ട് വീട് കണ്ടതിന് ശേഷം പറമ്പിലോട്ട് പോകാം. എന്തൊക്കെയാ അവിടെ ബാക്കി കാണാനുള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കട്ടോ. ഇനി വരെ നമുക്ക് മേലെ 2 റൂമുണ്ട്. നമുക്ക് മേലേക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ കാണാം. അതാണ് സ്റ്റെയറിനെല്ലാം ഫുള്ള് പിടിയെല്ലാം വെച്ചിട്ടുണ്ട്. സ്റ്റീലിന്റെ എല്ലാ പിടിയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഈ ഒരു വീട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പൈസ കൊടുക്കുക, ആധാരം ചെയ്യുക, നേരെ കയ്യിൽ സ്വന്തമാക്കുക അല്ലെ? ഇനി ഈ കർട്ടനോട് വലിച്ചത് നീക്കി കഴിഞ്ഞപ്പോൾ ഈ ജനലോട് തുറന്നിട്ട് ഇങ്ങോട്ട് നല്ല വെളിച്ചം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യത്തെ മേലേക്ക് കയറി വരുമ്പോ ഇവിടെ നമ്മൾ ആദ്യത്തെ റൂം നമുക്ക് ഇവിടെ ഉള്ളത്. 2ാമത്തെ റൂം ആ ഒരു സൈഡിലാട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ഒരു റൂം ഒന്ന് കാണാഞ്ഞ്. അപ്പൊ ഈ റൂം നോക്കിക്കേ. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ വലിയ റൂം തന്നെയാണ്. എല്ലാ റൂമും വലിയ റൂമാട്ടോ. ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്ന ചെറിയ റൂമൊന്നുമല്ല. മൊത്തത്തിൽ നീറ്റായിട്ട് കിടക്കുക. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ലീക്കോ കാര്യങ്ങളോ കാണുന്നുണ്ടോ? അവിടെ നോക്കിയാൽ നിങ്ങൾ വീട് വന്ന് കണ്ടുകഴിഞ്ഞാൽ എടുക്കാതെ പോലെട്ടോ. ഇനി നോക്കണേ, ഫ്രണ്ടിലോട്ട് 3 കള്ളി ജനലുണ്ട്. ആ സൈഡിക്കും 3 കള്ളി ജനലുണ്ട്. നേരെ എല്ലാവർക്കും ഒരേ കളർ ടൈലാണ് മൊത്തത്തില്. പിന്നെ ശരിക്കും കണ്ടോളിട്ടോ. മുക്കും മൂല ഓരോന്ന് നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാം വിശദമായ രീതിയിൽ കണ്ടിട്ട് എന്താ പറയാ, കയ്യിലുള്ള പൈസ കേട്ട് എത്രയും പെട്ടെന്ന് വരിക, സ്ഥലം സ്വന്തമാക്കുക. പിന്നെ ഇതാക്കണേ, ജനല് വാതില് കട്ടില് ഈ ഡോറ് കാര്യങ്ങൾ ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ ആണ് കേട്ടോ. മരമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഫുള്ള് മരത്തിന്റെ ആണ്. എല്ലാം ഇരുളിലാണ് ഇതിന്റെ എല്ലാത്തിനും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് ഈ റൂം നോക്കിയാണ്. ഇതാണ് നമ്മളെ 4ാമത്തെ റൂം കേട്ടോ. നല്ല സൗകര്യമുള്ള റൂം. ഇപ്പൊ നിലവിൽ ഇതിനകത്ത് വലിയൊരു കട്ടിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ഇപ്പോൾ ഒരു അലമാരയൊക്കെ ഇടാനുള്ള എന്നാലും നല്ല സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ. എല്ലാത്തിലും പിന്നെ ഒന്നും പറയുന്നില്ല. എല്ലാത്തിലും ഇതാണ് ഇതേപോലെ ഒരേ കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണ് വീടിന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീടിന്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുള്ളത്. അതെ. പിന്നെ ഇതാക്കണേ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതാക്കണേ ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം തന്നെയാണ്. നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂമാണ്. മൊത്തത്തില് നല്ല സൗകര്യമുള്ളതാണ് കേട്ടോ. നമുക്ക് പറഞ്ഞാൽ 200 മീറ്റർ പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കണം. കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്. നമുക്ക് പറഞ്ഞാൽ അടക്കമുള്ള ദൂരമുള്ളൂ 200 മീറ്റർ. ഇനി നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്കൊന്ന് പോയോ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ഇതാണ് നമ്മളെ ബാൽക്കണി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം ചുറ്റുഭാഗം അടുത്ത അയൽവാസികളായിട്ടുള്ള വീടുകൾ കണ്ടെങ്കിൽ ഇവിടെ വീടുണ്ട്, അവിടെ വീടുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടൊക്കെ വീടുണ്ട് കേട്ടോ. പിന്നെ ആൾക്ക് ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ്, തെങ്ങും തോട്ടം സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതാക്കുന്ന റോഡ് സൈഡ് റോഡാണ് ഈ കാണുന്നത്. ബസ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. കാഞ്ഞങ്ങാട് പോണേലും നീലേശ്വരം പോകണമെന്നുണ്ടെങ്കിലൊക്കെ ബസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ റോഡിലോട്ട് നോക്കി ഇങ്ങനെ എല്ലാവരും ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന സ്ഥലം, നല്ല വൈബുള്ള സ്ഥലം. ഇനി നമുക്ക് ഇവിടുന്ന്
ഈ ഒരു ഭാഗത്തോട്ട് ബാക്ക് സൈഡിലോട്ടൊന്ന് പോയി നോക്കട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇനി ഡ്രസ് വർക്കെല്ലാം ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഒന്ന് എന്താ പറയാ ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തുണിയെല്ലാം വിരിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ പറ്റും. ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ മേലെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കയറാനുള്ള സ്റ്റെയർ എന്താ പറയാ സ്റ്റെയറൊക്കെ ആക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാനുള്ള സൗകര്യം കൂടി ഉണ്ടാവും. പിന്നെ ഇതാക്കണ നമുക്ക് എന്തെങ്കിലും ഉണക്കണേലോ പിടിക്കണേലോ ഒക്കെ അതിനുള്ള ആ ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും നല്ല സ്പേസ് കിടക്കുകയാണ്. ഇതുവരെയാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിര് എന്ന് പറഞ്ഞാൽ കണ്ടില്ല ഞങ്ങൾ അത് ഫുള്ള് ഇതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. ബാക്ക് സൈഡിൽ ഇതാണ് ഇതേപോലെ ഡ്രസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക്. ചുറ്റുഭാഗം ഇങ്ങനെ മരങ്ങളാൽ നിറഞ്ഞിരിക്കട്ടെ. നല്ല തണുപ്പാണ്. ഇത് കണ്ടില്ല ഞങ്ങള്. ഇത് മഹാഗണിയാണ്. പിന്നെ തെങ്ങും തൈ കുറെ നട്ടിട്ടുണ്ട്. ഉങ്ങിന്റെ മരമാണ് ഈ കാണുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. നമുക്ക് ബാക്കി പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങൾ ആ ഒരു സൈഡിൽ ബാക്ക് സൈഡിലും ഒക്കെ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണിച്ചു തരട്ടെ. അപ്പൊ വീടിന്റെ അകത്തുനിന്നുള്ള വീടിന്റെ മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പോയി നമുക്ക് താഴത്തേക്ക് പോയേക്കാം. അപ്പൊ നമ്മള് വീട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞില്ലേ, ഈ ഒരു വീടിന് ഇതിന്റെ സ്ഥലത്തിന് മൊത്തത്തിൽ ഇതിന്റെ ഓണർ ചോദിക്കണ വില 60 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഇങ്ങോട്ട് വരി, നമുക്ക് ബാക്കി പറമ്പിൽ മൊത്തത്തിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇങ്ങോട്ട് വരി, പറമ്പിൽ ഇതാക്കണം. നമുക്ക് മുറ്റത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് കോൺക്രീറ്റ് എല്ലാം ചെയ്ത് ഇവിടെയൊക്കെ നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു മീൻകുളമാണ്. ഇനി മീനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് ഇവിടെ മീൻകുളമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരി, സാധാരണ നമ്മളെ ഒരുവിധം എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെല്ലാം ഉണ്ടാകും. അതൊന്ന് നോക്കിയാണ് നിങ്ങൾ കിണറ് ചുറ്റുഭാഗം കെട്ടിയിട്ടുണ്ട്. ഫുള്ള് വലയൊക്കെ ഇട്ട് നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ അടിയിൽ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ശുദ്ധമായ പച്ചവെള്ളം തന്നെ കോരി കുടിക്കും. ഒരു ഫിൽറ്ററോ കാര്യമോ ഒന്നും വെക്കണ്ട. ഇത് കണ്ടില്ല നിങ്ങള്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ കിണർ കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും, നമ്മള് ഈ ഒരു സൈഡിലോട്ട് വരാണ്ടെങ്കിൽ ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ തെങ്ങും തൈ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ശരിക്കും നോക്കിക്കോളിട്ടോ. നമ്മൾ കാണാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കിയിട്ട് നോക്കിക്കോളിട്ടോ. പിന്നെ ഇതാക്കണ് മാവ് തൈയാണ് ഈ കാണുന്നത്. മാവ് ഇതാ കായ്ക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയെല്ലാം ആയിട്ടുണ്ട് കണ്ടില്ലേ. മാവുണ്ട്. പിന്നെ ഇതാക്കണ് പ്ലാവ് ഉണ്ട്. നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ പ്രധാനം കിട്ടും കേട്ടോ. പ്ലാവ് ഇതാ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ നമ്മള് അതിലെ ചുറ്റുഭാഗം ഇതേപോലെ തെങ്ങും തൈ എല്ലാം കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മള് ബാക്ക് സൈഡിലോട്ട് വരാണ്ടെങ്കിൽ ഇവിടെ അലക്കുകല്ലും എല്ലാം ആക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് തുണി അലക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പൈപ്പും വെള്ളം എല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. അലക്കുകല്ലും ഒക്കെ ഉണ്ട്. നല്ല സൗകര്യം ഉണ്ടല്ലോ. ഇവിടെ തുണിയെല്ലാം വിരിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വിറക് വരെ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാട്ടോ. ഇത് വിറകടുപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വിറകെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഷെഡ് ആക്കിയാൽ മതി. ഇതിപ്പോ നിലവിൽ ഇവിടെ താമസം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചപ്പെല്ലാം അങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഈ മരത്തിന്റെ ഇലയെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ തണുപ്പായി കിടക്കുക. ഇതൊക്കെ ഉങ്ങാണ് ഈ കാണും. ഉങ്ങ് ഇതായി മഹാഗണി ഇങ്ങനത്തെ മരങ്ങൾ ഫുള്ള് കുറെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം ഇവിടെ ഒരു പ്ലാവ് ഉണ്ട്. പ്ലാവെല്ലാം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ചക്കയെല്ലാം ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കാണുന്നത് ഒരു മാവും തൈയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഭാഗത്തുള്ള കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ കുറെ തെങ്ങും തൈ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ മിറ്റെല്ലാം ചുറ്റുഭാഗം ഇതേപോലെ കെട്ടിയിട്ട് കളമെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലേ, ഈ വെട്ടുകല്ല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കണത് ഫുള്ള് കളം കെട്ടി തിരിച്ചിട്ടേക്കണതാണ്. ഇപ്പൊ നമ്മള് ഫ്രണ്ടിലോട്ട് തന്നെ എത്തിട്ടോ. ഫ്രണ്ടിലോട്ട് നമ്മൾ വരാണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ കണ്ടാണ് ഈ ഭാഗം. ഈ ഭാഗത്ത് ഇതാ സപ്പോട്ടമരവും പ്ലാവും ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഇപ്പൊ ഇത് നമ്മൾ ഫസ്റ്റിൽ തന്നെ കണ്ടതാണ്. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്താ പറയാ അധികം ഒച്ച അനക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ സൈലന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് മാത്രമല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എവിടേക്കാലും കാഞ്ഞങ്ങാടോ നീലേശ്വരം ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ മതി. വീട്ടിൽ ഇനിയിപ്പോ ഒരു ഓട്ടോ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബസ് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. കാഞ്ഞങ്ങാട് നീലേശ്വരം ഒക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 6 കിലോമീറ്റർ ഉള്ള നീലേശ്വരത്തിന്. കാഞ്ഞങ്ങാടിനാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരമുള്ളൂ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അല്ലേ. പിന്നെ ഇപ്പൊ സ്കൂൾ ബസ്സൊക്കെ ആണെങ്കിൽ അതും ഇതിൽ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ ബസ്സൊക്കെ പിള്ളേരെ സ്കൂൾ ബസ്സൊക്കെ ഇതിലെ പോണതാണ്. പിള്ളേരെ ഇങ്ങനെ നിർത്തിയാൽ മതി. ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലൻ പ്ലോട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതേമാതിരി പരസ്യം ചെയ്ത് കണ്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. പിന്നെ ഇതേപോലെ ഈ ഒരു ഏരിയയിൽ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഒക്കെ വീടോ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കണ്ടും കൊടുത്തോളിട്ടോ. പിന്നെ വേറെ കാര്യം മെയിൻ ആയിട്ട് പറയേണ്ടത് വെച്ചാൽ നമ്മളെ പേജ് നമ്മളെ വീഡിയോ കാണുന്ന എന്താ പറയാ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. പ്രായം ചെന്ന അച്ഛനും അമ്മയായിട്ടുള്ളവരൊക്കെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ പേജ് കാണുന്നുണ്ടെങ്കിൽ ഓല് പേജ് ഫോളോ ചെയ്യാൻ അറിയില്ലെങ്കിൽ പിള്ളേരുടെ അടുത്ത് കൊടുക്കുക, പേജ് ഫോളോ ചെയ്യിക്കുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന അപ്പം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ വീഡിയോസ്. പിന്നെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതും പിള്ളേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പം കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ വീടിന്റെ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാല്. അപ്പൊ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എളുപ്പം പടപെടാൻ വിളിച്ചോളിട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.